വ്യാസഭഗവാൻ ഉപദേശിച്ചു കൊടുത്ത ഭാഗവതത്തിൻ്റെ ഭാഗം എടുത്തുകൊണ്ടാ പറയാം. അതാണ് പരീക്ഷിച്ചു സംഭവമായിട്ടുള്ള ഭാഗവതം. വ്യാസം നിർമ്മിച്ചത് തന്നെയാണെങ്കിലും ആ ക്രമത്തിന് മാറ്റമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾക്കൊന്നും മാറ്റമില്ല. ഏത് ചോദ്യം ചോദിച്ചു അതിന് ഉത്തരം പറയൽ. ഇതാണ് അതിൻ്റെ താല്പര്യം. അതാണ് പരീക്ഷിച്ചു സംവാദമായിട്ടുള്ള ഭാഗവതം എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം. അങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചോദിക്കണു, ഉത്തരം പറഞ്ഞു വരുന്നു. അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ പല മഹാത്മാക്കളുടെയും വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. ബ്രഹ്മാവ് നാരദ മഹർഷി പറഞ്ഞത് കൊടുത്ത് കേൾപ്പിക്കാം. അതുപോലെ തന്നെ വളരെ ദീർഘമായിട്ടുള്ള ഒരു സംവാദം, വിദുര മൈത്രേയ സംവാദം, 60 അധ്യായങ്ങൾ നമ്മൾ കേട്ടു. 3-ാം സ്കന്ധം 5 മുതൽ 4-ാം സ്കന്ധം കഴിയുന്നവരെയുള്ള 60 അധ്യായങ്ങൾ, 2700 ചില്ലാന ശ്ലോകങ്ങൾ, അത് മുഴുവൻ അങ്ങോട്ട് കേൾപ്പിച്ചു. അതിൻ്റെ അവസാനം ചില കാര്യങ്ങൾ പറഞ്ഞു. 4 വലിയ പ്രകരണങ്ങളാണല്ലോ 4-ാം സ്കന്ധത്തിൽ. അതൊക്കെ ഇന്നലെ ഇവിടെ അനുസ്മരിച്ചു. പുരഞ്ജനം ഉപാഖ്യാനം വരെ ഒരു ജീവൻ്റെ സംസാരഗതിയാണല്ലോ അതിൽ വർണ്ണിച്ചത്. ചുറ്റും നോക്കിയാൽ എത്രയോ ജീവജാലങ്ങൾ നമുക്ക് കാണാം. ഒറ്റ നോട്ടത്തിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റാത്ത ചെറിയ ചെറിയ ജീവികൾ വേറെ. ഈ കരയിൽ കാണുന്നേക്കാൾ വലിയ അത്ഭുത ജീവികൾ വലിയ കടൽ മധ്യത്തിൽ എത്രയാ ജീവജാലങ്ങളെന്ന് കണക്കില്ല. ഓരോന്നിനെയും കുറിച്ച് ചിന്തിച്ചാൽ ഏത് ജീവിയെ കണ്ടാലും നമുക്ക് ഭഗവാനെ ഓർമ്മ വരും. എന്താ ഇതിനെ എങ്ങനെ സൃഷ്ടിച്ചു, ഇതെങ്ങനെ ജീവിക്കുന്നു? വെള്ളത്തിൽ തന്നെ ജനിച്ച് അവിടെ തന്നെ ജീവിച്ച് മരിക്കുന്നു പുതിയ ഒരു ലോകത്ത്. ഇതാണ് ജീവജാലങ്ങൾ. കരയിൽ ജീവിക്കുന്ന ജീവികൾക്ക് ഒരല്പസമയം പോലും വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ പറ്റില്ല. അപ്പം അതിൽ തന്നെ ജനിച്ച് ജീവിച്ച് കാലം കഴിക്കണു, മരണം സംഭവിക്കണം. ഇതിനെ ആരാണ് എല്ലാം സൃഷ്ടിച്ചിങ്ങനെ ഇരിക്കുന്നത്? എങ്ങനെ ഇതിനിങ്ങനെയുള്ള ഈ ശക്തിയെല്ലാം കിട്ടി എന്ന് നോക്കുമ്പോഴാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു ശക്തിയാണെന്നും ആ ജീവികളുടെ പോലും ഉള്ളിലിരിക്കുന്ന ശക്തി ജീവനായിട്ടിരിക്കുന്നത് ഭഗവാൻ തന്നെ. ശരീരത്തിലിരിക്കുന്ന ചൈതന്യത്തിന് ജീവൻ എന്ന് പേര് ഭഗവാൻ തന്നെയാണ്. ഒരു പാത്രമുണ്ടാക്കിയാൽ അതിൽ കാണുന്ന ആകാശത്തിന് ഘടാകാശം എന്ന് പേര്. അല്ലാണ്ട് പുതിയൊരു ആകാശമൊന്നും ഉണ്ടായില്ല, പുതിയൊരു ആകാശമൊന്നുമില്ല. പക്ഷേ വ്യവഹാരത്തിന് വേണ്ടി പാത്രത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒഴിഞ്ഞ ഭാഗത്തിന് ഘടാകാശം എന്ന് പേരിട്ടു എന്നേ ഉള്ളൂ. അതുപോലെ ഇങ്ങനെ ഭഗവത് ചൈതന്യം തന്നെയാണ് ആ ജീവിയിലിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഇത്രയൊക്കെ ശരീരമുണ്ടെങ്കിലും അതിലൊന്നും ഇരുന്ന് ഭഗവാനെ ഭജിക്കാൻ പറ്റില്ല. അത് മനുഷ്യ ശരീരത്തിലിരിക്കുമ്പോൾ മാത്രം. ബ്രഹ്മാവലോകധിഷണം ബുധമാപദേവ. എത്രയാ സൃഷ്ടികൾ നടത്തിയ വൃക്ഷാൻ സരീസൃപ പശുൻ ഖഗദംശ മത്സ്യാൻ. സാർവകരയിലുള്ളതും അതുപോലെ തന്നെ കടലിൻ്റെ നടുക്കുള്ളതും ആകാശത്ത് മാത്രം ജീവിക്കുന്ന ജീവികളൊക്കെ ഉണ്ട്. ഭൂമിയിലേക്ക് വരവേ ഇല്ല. അവിടെ തന്നെ ജീവിതമായിട്ടുള്ള ചില പക്ഷികളൊക്കെ, ആകാശപ്പക്ഷികൾ, ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ബ്രഹ്മാവലോകധിഷണം മുദമാപദേവ പുരുഷം വിധായ. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സൃഷ്ടികർത്താവിന് വലിയ സന്തോഷം. ഈ ആൾക്ക് എന്തെല്ലാം കഴിവ്, മറ്റ് ജീവികളുടെ മുഴുവൻ കഴിവ് ഒറ്റ ജീവിക്കുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ കഴിവുണ്ട്. ജന്തൂനാം നരജന്മ ദുർലഭം. എത്ര സുഹൃതം! ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടോ നമുക്കെന്ന് ചോദിച്ചാൽ വേറെ ഒന്നും പറയണ്ട, ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയാം. ഭഗവാന്റെ അനുഗ്രഹമൊന്നുമില്ല, ഞാൻ വളരെ ക്ലേശിക്കണോ, അതൊന്നും ആരും പറയണ്ട. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിതാ ഈ മനുഷ്യ ശരീരം തന്നിരിക്കണു ഭഗവാൻ. ഇത് മാത്രം മതി ഭഗവാന്റെ അനുഗ്രഹം. ഭഗവാനെ ഭജിക്കാനും നല്ല വിചാരം ചെയ്ത് നല്ല സുഖം അനുഭവിക്കാൻ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് പറ്റും.
നല്ല വിചാരം ചെയ്യാം എന്നിരിക്കെ അത് വിട്ട് വേണ്ടാത്ത വിചാരം ചെയ്യണം. അതിനാണ് ആധി ദൈവിക ദുഃഖങ്ങൾ എന്ന് പറയും. ആധ്യാത്മികങ്ങൾ, ആധി ദൈവികങ്ങൾ, ആധി ഭൗതികങ്ങൾ. ആധ്യാത്മിക ദുഃഖങ്ങൾ എന്ന് ആധ്യാത്മിക ദുഃഖങ്ങൾ എന്ന് പറയാം. തൻ്റെ തന്നെ ഉള്ളിലുള്ള വേണ്ടാത്ത വിചാരം ചെയ്ത് വരുത്തി വയ്ക്കുന്ന ദുഃഖങ്ങൾ. അപ്പം അതില്ലാതാക്കാൻ നല്ല വിചാരം ചെയ്താൽ മതി. അത് മനുഷ്യന് പറ്റും, മറ്റ് ജീവജാലങ്ങൾക്ക് അതൊന്നും പറ്റില്ല. അതാണ് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടോയെന്ന് ചോദിച്ചാൽ, ഇതാ മർത്യജന്മം, മർത്യശരീരം തന്നിരിക്കുന്നു ഭഗവാൻ. ഇതിലും എല്ലാ സൗകര്യം ചെയ്തു തന്നിരിക്കുന്നു. നല്ല ഗുരുക്കന്മാരുണ്ട്, നല്ല നല്ല ശാസ്ത്രങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് കേൾക്കണം. കേൾക്കണമെന്ന് ആഗ്രഹം വന്നാൽ അതിനൊരു സൗകര്യം ഭഗവാൻ ഒരുക്കും. ആഗ്രഹം ഉണ്ടാവും മാത്രമേ വേണ്ടൂ എന്നാണ്. ഇതൊക്കെയാണ് ഭഗവാന്റെ അനുഗ്രഹം. അതിൽ വർണ്ണിച്ച് കേൾപ്പിച്ചു. പുരഞ്ജന ഉപാഖ്യാനം ജീവന്റെ സംസാരഗതിയാണ്. ഓരോ ശരീരം എടുക്കണോ ഓരോ തരത്തിലുള്ള അനുഭവങ്ങൾ. സാരമേയോ ഗൃഹം ഗൃഹം. ഒരു നായ, ഓരോ ജീവിക്ക് അതിൻ്റെ പുണ്യപാപങ്ങളനുസരിച്ച് ഒരു നായ സഞ്ചരിക്കുമ്പോൾ ചില ഗൃഹത്തിൽ അതിങ്ങനെ ഓടി എവിടെയെങ്കിലും ചെന്ന് കയറും വിശന്ന്. ചിലർ അതിനെ പഠിക്കെ കാണുമ്പോഴേക്കും വലിയ കല്ലെടുത്ത് എറിയുന്നു. മറ്റൊരു ഗൃഹത്തിൽ ചെല്ലുമ്പോൾ അവരതിന് ഭക്ഷണമെല്ലാം കൊടുക്കുന്നു. പല അനുഭവം. എന്തുകൊണ്ടത്? ഓരോ ജനങ്ങൾ ഭുങ്ക്തേ ജനോയൽ പരദുഃഖതസ്തത്. ഓരോ ജീവനും ചെയ്തിട്ടുള്ള പുണ്യപാപങ്ങളുടെ ഫലമനുസരിച്ച് നാനാതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവണം. ആ മനുഷ്യന്മത്തിൻ്റെ വില കാണിക്കാനാണ് പുരഞ്ജന ഉപാഖ്യാനം. പുരഞ്ജനൻ എന്ന് പറഞ്ഞാൽ ജീവനാണല്ലോ. പുരത്തെ ജനിപ്പിക്കുന്നവൻ പുരഞ്ജനൻ. ആ കഥയെല്ലാം കർമ്മഠനായിട്ടുള്ള പ്രാചീന ബർഹിസിനെ പറഞ്ഞ് കേൾപ്പിച്ചു നാരദ മഹർഷി. പക്ഷെ അദ്ദേഹത്തിന് വിവേകം വന്നില്ല, വേണ്ടത്ര വിവേകം വന്നില്ല. അപ്പോഴാണ് മറ്റൊരു കഥയും പറഞ്ഞു, ചെറിയ കഥ. ക്ഷുദ്രഞ്ചരം സുമനസാം ശരണേ മിഥിത്വാരക്തം ഷഡംഘ്രിഗണസാമസുലുബ്ധകർണം അഗ്രേ വൃകാനസുതൃപോ വിഗണയ്യയാന്തം പൃഷ്ഠേ മൃഗം മൃഗയ ലുബ്ധഗതാണഭിന്നം. പുരഞ്ജന ഉപാഖ്യാനത്തിൻ്റെ സാരം ഈ ശ്ലോകത്തിലാണ്. മറ്റേ കഥ കേട്ടിട്ട് ആർക്കൊന്നും മനസ്സിലായില്ല. വേദാന്ത കഥകൾ ജീവൻ്റെ സംസാരഗതി വിസ്തരിച്ച് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല. സാധാരണക്കാർക്ക് എങ്ങനെ പറഞ്ഞാലാ മനസ്സിലാവുക? ചുരുക്കി പറഞ്ഞാലാ മനസ്സിലാവുക. അത് ഒരു വാക്യം കൊണ്ട് പറയാൻ പറ്റുമെങ്കിൽ ഒരു വാക്യം കൊണ്ട് പറയണം. ഒരു വാക്യം കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യം 10 വാക്യം കൊണ്ട് പറഞ്ഞാലോ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. അതാണ് ചുരുക്കി പറയുമ്പോഴാണ് കാര്യങ്ങളെ ഗ്രഹിക്കാനായിട്ട് പറ്റുക. അപ്പം അങ്ങനെ ചുരുക്കി പറഞ്ഞതാണ്. 5 അധ്യായം കൊണ്ട് പറഞ്ഞ കാര്യം വേണ്ടത്ര ഫലവത്തായില്ല എന്ന് കണ്ടപ്പോൾ ഒരു ശ്ലോകം കൊണ്ട് പറഞ്ഞ് അതിനൊന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്തു. പ്രാചീന ബർഹിസ എന്ന് പറഞ്ഞ് നാരദ മഹർഷി പറയാണ്, കാട്ടിലെ ഒരു മാൻ സഞ്ചരിക്കുന്നു. അതിനെ കടിച്ച് കീറാനായിട്ട് പിടിച്ച് തിന്നാൻ വേണ്ടി മുൻവശത്ത് കുറെ ചെന്നായ്ക്കൾ. പിന്നാലെ ഒരു വേടൻ ഒരമ്പ് അയച്ചു. അത് ആ മാനിൻ്റെ ശരീരത്തിൽ ചെന്ന് തുളച്ച് കയറി രക്തം വാർന്നു പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള ഒരു മാൻ അതെന്താ നോക്കണത്? നല്ല ഇളം പുല്ലുകൾ എവിടെയാ കിട്ടുക? നല്ല വണ്ടുകളുടെ നല്ല ശബ്ദം, നല്ല സംഗീതം എവിടെ കേൾക്കും? കാടുകളിലെ അന്വേഷിച്ച് നടക്കുകയാണ് ഈ മാൻ. എന്താ അതിൻ്റെ അവസ്ഥ? ഏതാനും നിമിഷം കഴിയുമ്പോഴേക്കും അതിൻ്റെ ശരീരത്തിലെ രക്തമൊക്കെ പോയി മറിഞ്ഞു വീഴും, പ്രാണൻ പോവും. ചിലപ്പോൾ അതിനു മുമ്പ് തന്നെ ചെന്നായ്ക്കൾ ചാടി വീണ് കടിച്ച് കീറാം. ഇതാണ് മാനിൻ്റെ അവസ്ഥ. എന്നിട്ടാണ് എവിടെയാണ് നല്ല പുല്ല് കിട്ടുക, ഇളം പുല്ല് കിട്ടുക എന്ന് നോക്കി നടക്കണേ. എന്നാൽ ആ മാനിനേക്കാൾ എന്ത് വൈശിഷ്ട്യമുണ്ട് വിവേകമില്ലാത്ത ഒരു മനുഷ്യനെന്നാണ്. വിവേകമില്ലാത്ത ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആ കാട്ടിൽ നടക്കുന്ന മാനിനേക്കാൾ കഷ്ടം. കാരണം
നമ്മുടെ ആയുഷ്കാലം, ആയുസ്സിൻ്റെ സമയം ഒരു നിമിഷം പോയി കഴിഞ്ഞാൽ പോലും തിരിച്ചെടുക്കാൻ പറ്റില്ല. മുമ്പിൽ ചെന്നായ്ക്കൾ എന്ന് പറഞ്ഞത് രാത്രി പകലുകൾ, രാപ്പകലുകളാണ്. അത് വന്നു പോണു വന്നു പോണു, നിസ്സാരമായി നമ്മൾ കരുതിയാലും ഒരു നിമിഷം പോലും പോയത് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഒരു കാര്യം ഇന്നലെ ചെയ്യാമായിരുന്നു, ഇന്നലെ ഒരു 100 നാമം ജപിക്കാമായിരുന്നു കൂടുതൽ എന്ന് വിചാരിച്ചാൽ ആർക്കെങ്കിലും പറ്റുമോ? അപ്പം അതിനെന്താ പരിഹാരം? ആ ഒരു പശ്ചാത്താപം വരാതിരിക്കാൻ ഇന്ന് കൂടുതലായിട്ട് ചെയ്യാം. ഇന്നലെ 2 അധ്യായം വായിക്കാമായിരുന്നു, അത് പറ്റിയില്ല, വെറുതെ കളഞ്ഞു എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇന്ന് കൂടുതൽ അധ്യായം വായിക്കാം. ഇങ്ങനെയാണ് ആൾക്കാർ ചെയ്യുക. ഉച്ചയ്ക്ക് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ പ്രഭാതത്തിൽ ചെയ്യണമെന്നാണ്. അങ്ങനെ കാലേ കാലേ വേണ്ടത് ചെയ്തു വച്ചാലോ നമുക്ക് ദുഃഖം വരില്ല. അതാണ് ഒരു നിമിഷം പാഴാക്കാതെ. അതാണ് ചെന്നായ്ക്കൾ എന്ന് പറഞ്ഞത്, രാപ്പകലുകൾ. പിന്നാലെ വേടൻ എന്ന് പറഞ്ഞതോ അത് മരണം. ഏത് നിമിഷത്തിലും ആർക്കും സംഭവിക്കാം. ഇതെല്ലാവർക്കും അറിയാം. ഇതൊക്കെ അറിഞ്ഞിട്ട് പോലും വേണ്ട പോലെ ഉപയോഗിക്കണില്ലെങ്കിൽ കാട്ടിൽ നടക്കുന്ന ആ മാനിനേക്കാൾ എന്ത് വൈശിഷ്ട്യമുണ്ട് പ്രാചീന ബർഹിസയെന്ന് ചോദിച്ചപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കണ്ണ് തുറന്നു. ഇതാണ് മഹാത്മാക്കളുടെ വാക്കുകൾക്ക് വലിയ ശക്തിയാണത്. എല്ലാ തരം തെറ്റുകളും തീർത്ത് ഉടനെ കർത്തവ്യത്തിൽ ശ്രദ്ധയുണ്ടാക്കി തീർക്കും. ഇത് മഹാത്മാക്കളുടെ ആ ഉപദേശത്തിൻ്റെ വലിയൊരു ശക്തിയാണ്. ഒരു നിമിഷം അവർ പാഴാക്കില്ല. എന്തെങ്കിലും അവരുടെ മുഖത്തുനിന്ന് നമുക്ക് കിട്ടും, വിവേകമുണ്ടാവും. ഇതാണ് മഹാത്മാക്കളുടെ വാക്കിൻ്റെ പ്രത്യേകത. പിന്നെ നല്ല പാകത വന്നു. പിന്നെ പല സംശയങ്ങളും ചോദിച്ചു നാരദ മഹർഷിക്ക്. ഈ ശരീരത്തിലിരുന്നല്ലേ എന്താ അല്ല അനുഭവിക്കേണ്ടി വരുന്നു പറയും, ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം. അപ്പം ഈ ശരീരത്തിലിരുന്നല്ലേ പല കർമ്മം ചെയ്യുന്നത്. മരണസമയത്ത് ഈ ശരീരത്തെ വിട്ടു പോണു, പിന്നെ എങ്ങനെയാ അനുഭവം എന്ന് ചോദിച്ചു. അവ പറഞ്ഞു, ഈ സ്ഥൂല ശരീരമല്ലേ വിട്ടു പോണത്, മനസ്സ് സൂക്ഷ്മ ശരീരത്തോടു കൂടിയാ പോണേ. മനസ്സിനാണ് അനുഭവങ്ങളൊക്കെ, ഈ സൂക്ഷ്മ ശരീരത്തിനാണ്. സ്ഥൂല ശരീരത്തെ ആശ്രയിച്ച് നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ സൂക്ഷ്മ ശരീരം. ഇത് വിട്ടാൽ അത് വേറെ ശരീരം സ്വീകരിക്കണം, പിന്നെ അതിലിരുന്ന ഈ അനുഭവം. മനസ്സുള്ളിടത്തോളം കാലം എല്ലാ അനുഭവങ്ങളും ഉണ്ടാവും. മനഃപരം കാരണമാമനന്തി, മനസ്സാണ് എല്ലാത്തിനും കാരണമായിട്ടുള്ളത്. ഇപ്പം ഈ സ്ഥൂല ശരീരം പോയി വേറെ ശരീരം സ്വീകരിച്ചു ഉള്ള അനുഭവങ്ങളൊക്കെ. അപ്പം ഈ ശരീരം അപേക്ഷിച്ചു എന്ന് വിചാരിച്ചിട്ട് ദുഃഖമൊന്നും പോവില്ല. മനസ്സിലാണ്, മനസ്സുള്ളിടത്തോളം കാലം ഉണ്ടാവും. മനസ്സിനാണ് വാസ്തവത്തിൽ അനുഭവം. അതെങ്ങനെ അറിയാം? സ്വപ്നം കാണുമ്പോൾ പല അനുഭവമുണ്ട്. പേടിച്ചു ഓടി എന്നൊക്കെ സ്വപ്നം കാണുമ്പോൾ ആളുകൾ ശരീരം അനങ്ങിയിട്ട് പോലും ഇല്ല, അനങ്ങാതെ കിടക്കുക. പക്ഷേ ഉണർന്നു കഴിഞ്ഞാലോ ശരിക്കും ഓടിയിട്ടുള്ള ക്ഷീണം ഉണ്ടാവും. ഒരാൾ കുറേ സ്ഥലം ഓടി സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ആ ശരീരം എങ്ങനെ വല്ലാതെ വിഷമമുണ്ടാവും, തളർന്നുണ്ടോ, അതുപോലെ തളർന്നുണ്ടാവും. അപ്പം ശരീരം അനങ്ങിയിട്ടില്ലോ, പിന്നെ എങ്ങനെ അനുഭവം വന്നു എന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ശാസ്ത്രത്തിൻ്റെ സാരം മനസ്സിലാവുക. സ്ഥൂല ശരീരം ഒരു നിമിത്തം മാത്രമേ ഉള്ളൂ, സൂക്ഷ്മ ശരീരത്തിനാണ് അനുഭവം. ആ സൂക്ഷ്മ ശരീരം കൊണ്ടാണ് ഈ ശരീരം വിട്ടു പോണത് ജീവൻ. അപ്പോൾ എല്ലാ അനുഭവം ഉണ്ടാവും. അതുകൊണ്ട് വിവേകത്തോടുകൂടി വാസനാരൂപത്തിലുള്ള ആ ശരീരത്തെ ഇല്ലാതാക്കണം. അത് ഭഗവത് ഭജനം കൊണ്ട്, അങ്ങനെ നല്ല സത്സംഗം കൊണ്ട്, സാധനകളെ കൊണ്ട് അതില്ലാതാക്കണം. അതില്ലാതായാൽ, ഇന്ധനം ഇല്ലാതായാൽ അഗ്നി അപ്രത്യക്ഷമാവണ പോലെ, മഹാഗ്നിയിൽ ലയിക്കുന്ന പോലെ ആ ജീവചൈതന്യം ഈശ്വരനിൽ എന്നൊക്കെയായിട്ട് ലയിക്കും. ഇതാണ് അതിൻ്റെ സ്വഭാവം. അങ്ങനെയുള്ള സംശയങ്ങളെല്ലാം തീർത്തു കൊടുത്തു. എന്നിട്ട് അപ്പം അദ്ദേഹം പറഞ്ഞു, നാരദ മഹർഷി അനുഗ്രഹിച്ചു പോയി കഴിഞ്ഞപ്പോൾ മന്ത്രിമാരെ വിളിച്ച് പറഞ്ഞു, കുട്ടികളിതാ തപസ്സിന് പോയേക്കുക, അവർ വന്ന് രാജ്യം ഭരിക്കലോ രാജ്യം ഭരിക്കാതിരിക്കലോ എന്തു വേണമെങ്കിൽ ആയിക്കോട്ടെ എന്നും പറഞ്ഞ്
കപിലാശ്രമത്തിൽ പോയി തപസ് ചെയ്ത് വലിയ കർമ്മപാശത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആളാണെങ്കിലും അതിൽ നിന്ന് മുക്തനായി ഭഗവത് പാദത്തിലെത്തി. ഇതാണ് സത്സംഗമഹിമ എന്ന് പറയും. സജ്ജനങ്ങളെ കാണാൻ കഴിഞ്ഞാൽ അവർ നിമിഷ നേരം കൊണ്ട് ഏതൊരു ജീവനെ അവർ ഉദ്ധരിക്കും, അവർക്ക് അത്രയ്ക്ക് കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. പിന്നീടാണ് പ്രചേതസ്സുകളുടെ ചരിത്രം പറഞ്ഞത്. സാക്ഷാ രുദ്രഭഗവാൻ തന്നെ ഉപദേശിച്ചു കൊടുത്ത് മഹാമന്ത്രം ജപിച്ചുകൊണ്ട് അനേക വർഷങ്ങൾ അവിടെ കഴിഞ്ഞുകൂടി. യോഗാദേശം എന്ന അതിന് പേര്. 36 മന്ത്രങ്ങളുണ്ട്. അത് രുദ്രഭഗവാൻ ഉപദേശിച്ചപ്പോൾ രുദ്രഗീതം എന്ന് പറയണമെന്നേ ഉള്ളൂ. വിഷ്ണു സ്തോത്രമാണ്, വിഷ്ണുവിനെ ഉപാസിക്കാനുള്ളതും പ്രാർത്ഥനയൊക്കെയാണ് അതിൽ. യോഗാദേശം എന്നതിന് പേര്. അത് വലിയ സന്തോഷത്തോടെ ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഭഗവാൻ പ്രത്യക്ഷമായി. എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഭഗവാനെ അവിടുത്തെ കണ്ടു കഴിഞ്ഞാൽ വലുത് ആഗ്രഹം ഉണ്ടാവുമോ? ഒന്നിലും ആഗ്രഹമില്ല. ഞങ്ങൾക്കിതിങ്ങനെ ജപിച്ച് അവിടുത്തെ സേവിക്കണം. ഭഗവാൻ പറഞ്ഞു, അതല്ല നിങ്ങളുടെ കർത്തവ്യം. നിങ്ങളുടെ അച്ഛൻ തപസ്സിന് പോയി, പ്രജകളെ രക്ഷിക്കാൻ ആരുമില്ല. നിങ്ങൾ പ്രജാരക്ഷണം ചെയ്തുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾ ഗൃഹസ്ഥാശ്രമമൊക്കെ സ്വീകരിച്ചിരുന്ന് നിങ്ങൾക്കതിലൊരു പുത്രൻ ഉണ്ടാവും, യോഗ്യനായിട്ടുള്ള. സുതോസ്തു ദക്ഷ എന്നാണ്. ദക്ഷൻ നല്ല സമർത്ഥനാവും. അങ്ങനെയുള്ളൊരു പുത്രൻ ഉണ്ടാവും. പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് എന്നെ തന്നെ ഭജിക്കാൻ വന്നോളാം. അതനുസരിച്ച് തിരിച്ചു പോയി വൃക്ഷങ്ങളുടെ വളർത്തുപുത്രിയായിട്ടുള്ള വാർക്ഷി വിവാഹം കഴിച്ചു. അങ്ങനെ ജീവിച്ചിരിക്കുന്നു. പറഞ്ഞ പോലെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു ദക്ഷൻ ഉണ്ടായി. പ്രാചേതസസ്തു ഭഗവൻ അപരോഹി ദക്ഷ. ബ്രഹ്മപുത്രനായിട്ടുള്ള ദക്ഷനെ കണ്ടു നമ്മൾ. പരമശിവനെ നിന്ദിച്ചുകൊണ്ട് യാഗം ചെയ്തും വിഷമങ്ങളൊക്കെ വന്നേ. ആ ദക്ഷന് കുറച്ച് കർമ്മഫലം കൂടി അനുഭവിക്കാനുണ്ട്. അതിനായിട്ട് പ്രചേതസ്സുകളുടെ പുത്രനായിട്ട് വീണ്ടും വന്നു എന്നാണ്. ആ ദക്ഷന് നല്ല പ്രാപ്തിയായിപ്പോൾ, രാജ്യം ഭരിക്കാനൊക്കെ കഴിവായിപ്പോൾ എല്ലാം ഏൽപ്പിച്ചു കൊടുത്തു. ഇനി പ്രചേതസ്സുകൾക്ക് ഒരൊറ്റ ആഗ്രഹം. എന്താ അത്? ആ യോഗാദേശം വീണ്ടും ജപിക്കണം. രുദ്രഗീതം ഇടക്കാലത്ത് വെച്ച് മുടങ്ങിയില്ലോ, അതൊക്കെ വിട്ടുകൊണ്ടാണ് പോകുന്നത് രാജ്യം ഭരിക്കാനൊക്കെ. അത് വീണ്ടും ജപിക്കണം. വീണ്ടും ജപിക്കാൻ പറഞ്ഞിട്ട് പുറപ്പെടുമ്പോഴാണ് ഒരക്ഷരം പോലും ഓർമ്മയില്ല. എല്ലാം മറന്നുപോയി. കുറച്ച് കാലത്തെ ആ വിഷയാസക്തമായ ജീവിതം കൊണ്ട് വന്നപ്പോഴേക്കും എല്ലാം മറന്നുപോയി. അതാണ് വിഷയങ്ങൾക്ക് അങ്ങനെ ശക്തിയുണ്ട്. എന്തെല്ലാം ശാസ്ത്രം, എന്തെല്ലാം പഠിപ്പുണ്ടോ, അറിവുണ്ടോ, അതിനൊക്കെ അങ്ങോട്ട് തുടച്ച് കളയും വിഷയങ്ങൾ. അതിലങ്ങോട്ട് ആസക്തി വന്നാൽ പിന്നെ തിരിച്ചെടുക്കുമ്പോഴേക്കും ആദ്യത്തെ ഒന്നും ഉണ്ടാവില്ല, എല്ലാം മാഞ്ഞു പോയിണ്ടാവും. ഇങ്ങനെ വിഷയങ്ങൾക്ക്. അതുകൊണ്ടാണ് എത്ര കാലം ജപിച്ചതാ. ഉപദേശിച്ച ആൾ സാക്ഷാ രുദ്രഭഗവാൻ. എത്ര കാലം ജപിച്ചതാ, ആ മന്ത്രം ഒന്നും ഓർമ്മയില്ല. വല്ലാത്ത വിഷമായി. ഇനി എന്ത് ചെയ്യണം? സുരാസുരേഡ്യോ ദദൃശേ സ്മ നാരദ. അപ്പോഴാണ് നാരദ മഹർഷി അവരടുക്ക വന്നു. മഹർഷി അടുക്ക പറഞ്ഞു, ഞങ്ങൾ പഠിച്ചതൊക്കെ മറന്നുപോയി, ഇനി എങ്ങനെ ഉപാസിക്കാൻ? ഇനി ഈ വാർദ്ധക്യ കാലത്ത് ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ? എന്ത് വേണം ചോദിച്ചപ്പോഴാണ് പറഞ്ഞല്ലോ, മഹാത്മാക്കൾ വളരെ എളുപ്പത്തിലുള്ള, എത്ര ദുഃഖിച്ചിരിക്കുന്ന ആളാണെങ്കിലും ദുഃഖം തീർക്കാനുള്ള മാർഗം അവർ എളുപ്പം പറഞ്ഞു കൊടുക്കും. നാരദ മഹർഷി പറഞ്ഞു, അതിലൊന്നും നിങ്ങൾ വിഷമിക്കണ്ട. ആയിരക്കണക്കിന് മന്ത്രം ജപിച്ച് ആയിരക്കണക്കിന് വർഷം വേണോ ഭഗവാൻ സന്തോഷിക്കാൻ? ഒന്നും വേണ്ട. ഒരു ഉദാഹരണം കേട്ടോളൂ. അത്രാപ്യുദാഹരന്തി മമിതിഹാസം പറഞ്ഞു കേൾപ്പിച്ചു. ഏതാ കേൾപ്പിച്ചത്? ഓം നമോ ഭഗവതേ വാസുദേവായ. അവിടെ വച്ചാണ് നാരദ മഹർഷി പ്രചേതസ്സുകൾക്ക് ഉപദേശിക്കുകയാണ് ധ്രുവചരിത്രം. ധ്രുവൻ ആയിരക്കണക്കിന് അക്ഷരമുള്ള മന്ത്രം ആയിരക്കണക്കിന് വർഷം ജപിച്ചോ? വേറെ 6 മാസക്കാലം ജപിച്ച മന്ത്രമോ ആർക്കും ജപിക്കാൻ പറ്റുന്ന ദ്വാദശാക്ഷരി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഇതാ പറഞ്ഞു കൊടുത്തേ. അവർക്ക് വലിയ സമാധാനമായി, എല്ലാം പറഞ്ഞു കൊടുത്തു. ഭഗവാനെ സന്തോഷിപ്പിക്കാൻ, ഭഗവാനെ സന്തോഷിപ്പിക്കാനാണ് ഏറ്റവും എളുപ്പം. മറ്റാളുകളെ സന്തോഷിപ്പിക്കാൻ വളരെ വിഷമെന്ന് മാത്രമല്ല, പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊരാളുടെ പ്രീതി വരണമെങ്കിൽ എന്ത് വേണം? ആ ആൾക്ക് ഇഷ്ടമല്ലാതെ ഒരൊറ്റ വാക്ക് പറയാൻ പാടില്ല. അയാൾ എന്ത് ചോദിച്ചാലും നമ്മളതെല്ലാം കൊടുക്കണം. അനിഷ്ടമായിട്ടൊന്നും ഒരു വാക്ക് ഉച്ചരിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ എന്നാൽ വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത് 50 വർഷം ഒരാളെ സന്തോഷിപ്പിച്ചു എന്ന് വിചാരിക്കുക. അതിനിടയ്ക്ക് ആ ആൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു വാക്കും പറഞ്ഞാൽ മതി, ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, സന്തോഷമൊക്കെ പോയി വലിയ വിരോധമായി. ഭഗവാൻ അങ്ങനെയുണ്ടോ? അപരാധ സഹസ്രാണി എന്നാണ്. എത്ര എത്ര അപരാധ! ഭഗവാൻ പറഞ്ഞ പോലെയാണോ നമ്മൾ ജീവിക്കുന്നത്? എന്തെല്ലാം വഴിവിട്ടുള്ള ജീവിത! ഭഗവാൻ കോപിക്കാറുണ്ടോ? കോപമില്ല ഭഗവാനും. ഭഗവാന് കോപമേ ഇല്ല. വിമന്യുഹു അനുദിശ്യാതജ്ഞൻ. വിമന്യുവാണ് ഭഗവാൻ. മന്യു എന്ന് പറഞ്ഞാൽ കോപം. അല്പം പോലും കോപമില്ല. നല്ല സജ്ജനങ്ങൾക്ക് കോപം ഉണ്ടാവില്ല. അവരെത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലായില്ലെങ്കിൽ വീണ്ടും പറഞ്ഞു തരും, വീണ്ടും പറഞ്ഞു കൊടുക്കും, വീണ്ടും പറഞ്ഞു കൊടുക്കും. ഇതാണ് ആ ഭഗവാന്റെ ഒരു പ്രത്യേകത. അങ്ങനെ അതൊക്കെ പറഞ്ഞു കൊടുത്ത് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ എളുപ്പം. അതാണ് തുഷ്യത്യാശുജനർദ്ദന. ഭഗവാനാണ് എളുപ്പത്തിൽ സന്തോഷിക്കുക എന്ന് പറയും. എങ്ങനെ വേണം? എളുപ്പവഴി ദയയാ സർവഭൂതേഷു സന്തുഷ്ട്യായേന കേനവാ. എതിർച്ഛയാ കിട്ടുന്ന പദാർത്ഥങ്ങളെ കൊണ്ട് സന്തോഷിക്കുക, ആരെയും ദ്രോഹിക്കാതിരിക്കുക. അതാണ് ഒന്നാമത്തെ. ദയയാ സർവഭൂതേഷു സന്തുഷ്ട്യായേന കേനവാ. ഇങ്ങനെയാണ് സർവേന്ദ്രിയോപശാന്ത്യാചാം തുഷ്യത്യാശുജനാർദ്ദന. എളുപ്പത്തിൽ സന്തോഷിക്കും, ആരെയും ദ്രോഹിക്കാതിരിക്കുക. ഒന്നാമത്. എന്താണോ നമുക്ക് എതിർച്ചയാ കിട്ടുന്നത് അത് സ്വീകരിക്കുക. ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നതിന് പകരം സഞ്ചിന്തയേത് ഭഗവതശ്ചരണാരവിന്ദം വജ്രാങ്കുശധ്വജ സരോരുഹലാഞ്ചനാഢ്യം ഉത്തുംഗരക്തവിലസന്നഖചക്രവാളജ്യോത്സ്നാഭി ആഹതമഹദ്ധതയാന്ധകാരം. ഇതാരാ പറയണത്? ഭഗവാൻ തന്നെയാ പറയണേ. മനഃശാന്തി വേണോ? ദിവ്യമായിട്ടുള്ള രേഖകളോട് കൂടിയേ ആ ഭഗവത് പാദങ്ങളെ സ്മരിക്കൂ. സഞ്ചിന്തയേത്, ശ്രദ്ധയോടുകൂടി. സൂര്യസ്പർദ്ധി കിരീടം ഊർധ്വതിലക പ്രോത്ഭാസി ഫാലാന്തരം കാരുണ്യാകുലനേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ഠോജ്വലൽ കൗസ്തുഭം ത്വദ്രൂപം വനമാല്യഹാരപടല ശ്രീവത്സദീപ്രം ഭജേ. ഭഗവാൻ തന്നെ പറഞ്ഞു തരിക. ഇതാണ് നാരദ മഹർഷി പറയും. പിന്നെ ആൾക്കാർ പറഞ്ഞ പോലെയൊക്കെ ചിലപ്പോൾ ഭഗവാനെ ഭജിക്കും, ഭക്തി ശ്രദ്ധയോടുകൂടി ഭജിക്കും. എന്നാൽ കുറച്ചൊക്കെ അഹങ്കരിച്ച് തനിക്ക് നല്ല കുലത്തിലെ ജനനമുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, ധനമുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് അതില്ലാത്തവരെ വിഷമിപ്പിക്കും. അതില്ലാത്തവരെ വിഷമിപ്പിച്ചാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഭഗവാൻ അവരെ യാതൊരു പൂജയും സ്വീകരിക്കില്ല. ന ഭജതി കുമനീഷിണാം സൈജ്യാം ഹരി അധനാത്മധന പ്രിയോരസജ്ഞ ശ്രുതകുലകർമ്മണാം മതേനാം. ഇല്ലാത്ത എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് വിദധതി പാപം അകിഞ്ചനേഷു സൽസു. എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതില്ലാത്തവരെ വല്ലാതെ വിഷമിപ്പിക്കും. അങ്ങനെയുള്ളവരെ അവരൊക്കെ കുമനീഷികളാണ്. അവരുടെ പൂജയൊന്നും ഭഗവാൻ
സ്വീകരിക്കാറില്ല എന്ന് പറഞ്ഞു. ഇതാണ് ഭഗവാന്റെ ആ പ്രത്യേകത. അതുകൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ, ഇപ്പോൾ കുറേ ധനം ഉണ്ടാവുമ്പോഴോ, ധനം ഭഗവാൻ കൊടുത്തതാണ്, പക്ഷേ അത് തൻ്റെ സാമർഥ്യം കൊണ്ട് നേടിയതാണെന്ന് അഹങ്കരിച്ച് അതില്ലാത്തവരെ വല്ലാതെ വേദനിപ്പിക്കും. എല്ലാം ഉള്ളതെല്ലാം നഷ്ടപ്പെടാൻ ഏതാണ്ട് ഒരു നിമിഷം മതി. അതുപോലെ തന്നെ കുറേ ശാസ്ത്ര പാണ്ഡിത്യം ഉണ്ടാവും, എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചിട്ടുണ്ടാവും, എല്ലാം ഹൃദയസ്ഥമാവും. പക്ഷേ അപ്പം അതിൽ അഹങ്കരിക്കാൻ പാടുണ്ടോ? കാരണം എന്തെല്ലാം അറിവുണ്ടെങ്കിലും എല്ലാ അറിവും ഇല്ലാതാവാൻ, നമ്മുടെ പേര് പോലും ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റാത്ത സ്ഥിതിയിലാവാൻ ഒരു നിമിഷമേ വേണ്ടു മനുഷ്യന്. ഇത് ചുറ്റും മനുഷ്യൻ കാണുന്നുണ്ട്. അങ്ങനെ ലോകത്തെ നോക്കി പഠിക്കണം. അതാണ് ലോകഗുരുഹു. ലോകഗുരുവാണ്. പ്രകൃതിയിൽ നിന്നെല്ലാം പഠിച്ചു ദത്താത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കണില്ലേ ഗുരുക്കന്മാരുടെ, ഈ ഭൂമിയിലെല്ലാം തന്നെ, ഭൂമി തന്നെ ഗുരു എന്നൊക്കെ. അപ്പം ഇതൊക്കെ ലോകം നോക്കി കാണുമ്പോഴാണ് ഈ കാര്യങ്ങൾ മനസ്സിലാവുക. ചുറ്റും നോക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ഒരു ജിജ്ഞാസയോടുകൂടി നോക്കി കാണണം. എന്നാൽ പിന്നെ നമുക്ക് വിഷമം വരില്ല. അതാണ് ആൾക്കാർ അതറിയാതെ ഭഗവാൻ പറയാ, എന്തെങ്കിലും ഞാൻ തന്നെ കൊടുത്തതാണ്, അത് അവർ പ്രത്യേക സാമർഥ്യം എന്ന് വിചാരിച്ച് അവർ അഹങ്കരിച്ച് മറ്റുള്ളവരെ അവർ ദ്രോഹിക്കും. ന ഭജതി കുമനീഷിണാം സൈജ്യാം ഹരി അധനാത്മധനപ്രിയോ രസജ്ഞ ശ്രുതധന കുല കർമ്മണാം മദൈര്യേ വിദധതി പാപമകിഞ്ചനേഷു സൽസു. നിസാര എന്തെങ്കിലും യോഗ്യത കിട്ടി, എത്രയോ ആളുകൾ അതിന് കഴിവില്ലാത്തവരുണ്ടാവും, അവരുടെ കർമ്മം അനുസരിച്ച്. അവരെ ആരും വിഷമിപ്പിക്കരുത് കേട്ടോ. അങ്ങനെ ദീനന്മാരുടെ കണ്ണിൽ നിന്ന് നമ്മൾ കാരണം ഒരു തുള്ളി കണ്ണുനീര് വന്നാൽ അങ്ങനെയുള്ളവർക്കൊന്നും മനഃശാന്തി കിട്ടില്ല കേട്ടോ. മറ്റുള്ളവരുടെ കണ്ണുനീര് തുടയ്ക്കാനാണ് യഥാശക്തി അതിന് പ്രയത്നിക്കേണ്ടത്. അതെല്ലാവർക്കും പറ്റിയെന്നല്ല, പറ്റുന്ന പോലെ. നല്ല വാക്കുച്ചരിക്കാൻ എല്ലാവർക്കും പറ്റുമല്ലോ, അത് തീർച്ചാൽ മതി എന്നാണ്. അതാണ് മാധ്വീഹി ഗാവോ ഭവന്തുനഃ, വേദത്തിലെ ഒരു പ്രാർത്ഥനയാണ്. വേറെ ഒന്നും വേണ്ട ഭഗവാനെ എന്ന് എനിക്ക്. എന്താ അത്? വാക്കുകൾ മാധുര്യമുള്ളതാവണം, നല്ല വാക്കുകളാവണം, അപശബ്ദങ്ങൾ വരരുത്, കേൾക്കുന്നവർക്ക് സന്തോഷം ഉണ്ടാക്കുന്നതാക്കണം വാക്കുകളെന്ന് മാത്രം. മാധ്വീർ ഗാവോ ഭവന്തുനഃ, ഞങ്ങളുടെ വാക്കുകൾ മാധ്വി ആവണം, തേനൂറുന്നതാവണം എന്ന് പറയാം. അപ്പം എങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം ഭഗവാൻ അവിടെ ഉപദേശിച്ചു കൊടുത്തു. നാരദ മഹർഷി എന്നെ പ്രചേതസർക്ക് പറഞ്ഞു കൊടുത്തു സത്രത്തിൽ വെച്ച്. അതുകൊണ്ട് നിങ്ങളൊന്നും വിഷമിക്കണ്ട, കാലം എല്ലാം പഠിച്ചൊക്കെ മറന്നുപോയില്ലോന്നോ, 1000 മന്ത്രങ്ങളൊന്നും വേണ്ട ഭഗവാനെ സന്തോഷിപ്പിക്കാൻ എന്ന് ധ്രുവൻ്റെ ചരിത്രം പറഞ്ഞ് ഉദാഹരിച്ച് മറ്റെല്ലാം പറഞ്ഞ് കേൾപ്പിച്ചുകൊണ്ടാണ് ആ കഥ അവിടെ നിർത്തി. അങ്ങനെ പ്രിയവ്രതൻ്റെ ചരിത്രം ഒരു ശ്ലോകം കൊണ്ട് പറഞ്ഞവിടെ നിർത്തിയല്ലോ. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കഥ വിസ്തരിക്കണം. പ്രിയവ്രതൻ്റെ അദ്ദേഹത്തിൻ്റെ കഥ മാത്രം പോരാ, അദ്ദേഹത്തിൻ്റെ പുത്രപരമ്പര മുഴുവൻ, പൗത്രപരമ്പര എന്ന് പറഞ്ഞപ്പോഴാണ് 5-ാം സ്കന്ധം 15 അധ്യായങ്ങളിലാണ് പിന്നെ പ്രിയവ്രതവംശം വർണ്ണിക്കണേ. 15-ാം അധ്യായത്തിൽ വിരജൻ എന്നൊരു രാജാവിനോട് കൂടി ആ വംശം ഭഗവാനിൽ ലയിച്ചു ചേർന്നു എന്നും പറഞ്ഞ് 15 അധ്യായങ്ങളിൽ ആദ്യം ചുരുക്കി പറയും. ഭാഗവതത്തിൽ അങ്ങനെയാണ്, ആദ്യം സംഗ്രഹിച്ച് പറയും. എന്തിനാ അത്? കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിസ്തരിച്ച് പറയാൻ പറയും, അപ്പോൾ പറഞ്ഞു കൊടുക്കാം. വേണ്ടേ വേണ്ട എന്നുള്ള രീതിയിലാണ്. അപ്പോൾ താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചുരുക്കി പറയുന്നത്. ജിജ്ഞാസുക്കൾ അത് സമ്മതിക്കില്ല, വിസ്തരിച്ച് പറഞ്ഞു തരും ആചാര്യ എന്ന് പറയും. അങ്ങനെയാണ് അത് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുക. ആദ്യം സംഗ്രഹിക്കും, പിന്നെ വിസ്തരിക്കും. എല്ലാ ഭാഗങ്ങളും അങ്ങനെയാണ്. ശാസ്ത്രങ്ങളിൽ മുഴുവൻ അങ്ങനെ ആദ്യം ചുരുക്കി പറയും, പിന്നെ ചോദ്യങ്ങളായി ശിഷ്യൻ്റെ അതിന് വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ആ വംശം വർണ്ണിച്ചു വന്നു. പ്രിയവ്രതൻ നാരദ മഹർഷിയുടെ ഉപദേശമൊക്കെ സ്വീകരിച്ച് ഗന്ധമാദനം പർവ്വതത്തിൽ ഭഗവാനെ ഉപാസിച്ചിരുന്നു. സ്വയംഭവനൊക്കെ വിളിച്ചിട്ട് വന്നില്ല രാജ്യം ഭരിക്കാൻ. ബ്രഹ്മാവിനെ സ്മരിച്ചു, ബ്രഹ്മാവ് വന്നു.
എന്താ അങ്ങ് ഇവിടെ ഇരിക്കണത്? അച്ഛനൊക്കെ വിളിച്ചില്ലേ അങ്ങേ രാജ്യം ഭരിക്കാൻ ചെല്ലൂ? രാജ്യത്തേക്ക് പോയാൽ വിഷമം വരും. യാതൊരു ബന്ധവും വരാതിരിക്കാനാ കാട്ടിൽ വന്നേക്കണേ എന്ന് പറഞ്ഞു. അപ്പം ഈ വിഷമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ആരാ? 6 ആൾക്കാരുണ്ട്, പിരിഞ്ഞു പോകാത്ത ആൾക്കാർ, നല്ല സുഹൃത്തുക്കൾ. ആരാന്നല്ലേ? കാമക്രോധ ലോഭ മോഹ മത മാത്സര്യം. സുഹൃത്തുക്കളാണല്ലോ പിരിഞ്ഞു പോവാതിരിക്കുക. ഇവര് സുഹൃത്തുക്കളെ പോലെ ഇരിക്കുക. പോകാൻ പറഞ്ഞാൽ പോവില്ല, നമ്മുടെ മനസ്സിൽ ഇരിക്കണം. അതിനെ കൊണ്ടല്ലേ വന്നേക്കണത് നിങ്ങൾ? സഹ ഷട്സപത്നാഹ. ഇവർ കൂടെ ഉണ്ടെങ്കിൽ ഏത് വെള്ളത്തിൽ മുങ്ങിക്കിടന്നാലും കാര്യമില്ല, ഏത് പർവ്വതത്തിൻ്റെ കൊടുമുടിയിലും പോയാലും കാര്യമില്ല, മനുഷ്യന് അനർത്ഥങ്ങൾ വരും. നിങ്ങൾ അതിനെ അവിടെ ഒച്ചല്ലോ വന്നേക്കണത് അങ്ങ്? പ്രിയവ്രതനോട് ചോദിക്കുക നാരദ ബ്രഹ്മാവ്, അതിനെ അവിടെ വച്ചല്ലോ പോകുന്നത് നിങ്ങളില്ലേ? അതുള്ളിടത്തോളം കാലം എന്തനർത്ഥവും ഉണ്ടാവും. അവരെ ഒഴിവാക്കാൻ കഴിഞ്ഞാൽ അവർക്ക് നഗരത്തിൽ വേണമെങ്കിൽ ഇരിക്കാം, ഗ്രാമത്തിലാവാം, പർവ്വതത്തിൽ, എവിടെ വേണമെങ്കിൽ ഇരിക്കാം. എവിടെ ഇരുന്നാലും അവർക്ക് യാതൊരു അനർത്ഥവും വരില്ല. അപ്പം അതിനെന്താ വഴി? കാട്ടിൽ വന്ന് ഇരുന്ന് അതിനെ നിയന്ത്രിക്കാൻ നോക്കിയാലൊന്നും മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. എത്ര നിയന്ത്രിക്കാൻ നോക്കണോ അത്രയും ശക്തി കൂടി വരും. അതുകൊണ്ട് എന്ത് വേണം? രാജാക്കന്മാരെ എവിടെ ഇരുന്നാൽ ശത്രുക്കളെ ജയിക്കാം? നല്ല ഉറപ്പുള്ള കോട്ടയുടെ നടുക്കിരുന്ന് ശത്രുക്കൾക്ക് ആക്രമിക്കാൻ പറ്റാത്ത ദിക്കിൽ ഇരുന്നുകൊണ്ടാണ് ശത്രുക്കളെ ഇല്ലാതാക്കും. അതുപോലെ എവിടെ വേണം? ഭഗവാന്റെ പാദമൂലത്തിലിരിക്കുക, ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുക, ഗൃഹസ്ഥാശ്രമമാകുന്ന വലിയ കോട്ടയുടെ ഉള്ളിലിരിക്കുക. എന്നിട്ട് ഇന്ദ്രിയങ്ങളുടെ ശത്രുക്കളുടെ ശക്തിയൊക്കെ കുറയ്ക്കുക. അങ്ങനെ ഉയർന്നു വരാനായിട്ട് പറ്റും, അല്ലെങ്കിൽ പറ്റില്ല. ഭയം പ്രമത്തസ്യ വനേഷ്വപി സ്യാത് യതസാസ്തേ സഹഷട്സപത്നഃ ജിതേന്ദ്രിയസ്യാത്മരതേർബുധസ്യ ഗൃഹാശ്രമക്കിന്നു കരോത്യവദ്യം യത്സപത്നാൻ വിജിഗീഷമാണോ ഗൃഹേഷു നിർവിശ്യ യതേതപൂർവം അത്യേതി ദുർഗാശ്രിതൗർജിതാരിൻ ക്ഷീണേഷു കാമം വിചരേത് വിപശ്ചിത്. അവിടെ ഇരുന്ന് കാമക്രോധാദികളുടെ ശക്തി കുറയ്ക്കുക. അവരൊക്കെ അടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ വേണമെങ്കിൽ സഞ്ചരിക്കാം. വായുവിൽ മറ്റൊന്നും ബാധിക്കില്ലോ. നിസ്സംഗനായിട്ട് സഞ്ചരിക്കുന്ന പോലെ ഒന്നും തന്നെ ബാധിക്കാതെ സഞ്ചരിക്കാനായിട്ട് പറ്റും. ഇതാണ് പ്രിയവ്രതന് ഉപദേശം കൊടുത്തത്. പിന്നെ രാജ്യം ഭരിക്കൽ, അതും ഭഗവാനെ ഭജിക്കലല്ലേ. അവനവൻ്റെ കർത്തവ്യം നിർവഹിക്കലാണ് ഈശ്വരഭജനം, സ്വധർമ്മം ആരാധനം എന്നാണ്. അച്യുതയജ്ഞ, തൻ്റെ കർത്തവ്യം നിർവഹിക്കൽ ഈശ്വരഭജനം. അപ്പം ഏറ്റവും കൂടുതൽ സമയം കിട്ടുന്നത് ഏതിനാണ്? ഈശ്വരനെ ഭജിക്കാനാണ്. ആൾക്കാരെന്ത് പറയാൻ? അറിവില്ലാത്തവർ മറ്റേ ഓരോ കാര്യങ്ങളുണ്ട്, അതുണ്ട്, ഒന്നും സമയമില്ല ഭഗവാനെ ഭജിക്കാൻ. അപ്പം എല്ലാം ചെയ്യുന്ന കർമ്മങ്ങൾ നാരായണായേതി സമർപ്പയാമി എന്ന് മനസ്സിലൊന്ന് ധ്യാനിക്കാൻ കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ പ്രവൃത്തിയും ഈശ്വരാരാധനയായിട്ട് അങ്ങോട്ട് മാറും. എപ്പോഴും ചെയ്യാൻ പറ്റും. ഇതൊക്കെ വിവേകമുണ്ടെങ്കിൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. അപ്പോൾ ഓരോ കർത്തവ്യങ്ങളുണ്ട്, അത് നിഷ്കപടമായിട്ട് ഇതാ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നാരായണായേതി സമർപ്പയാമി മനസ്സിൽ സങ്കല്പിക്കാൻ വലിയ വിഷമമുണ്ടോ? ജോലിസ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളുകൾ കഴിഞ്ഞു പോരുമ്പോൾ മനസ്സുകൊണ്ടൊന്ന് സങ്കല്പിച്ചാൽ എന്താ വിഷമം? നാരായണായേതി സമർപ്പയാമി എന്ന്. പുറമേ നമ്മൾ വായിക്കാനൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ പറയാറുണ്ട്. അപ്പം അതുപോലെ പറയണമെന്നില്ല, മനസ്സിൽ സങ്കല്പം മതി. പുറമേ പറയാൻ പറ്റില്ല അങ്ങനെയുള്ള സ്ഥലത്ത്, ജോലി സ്ഥലത്ത് വെച്ച്. പക്ഷെ മനസ്സുകൊണ്ട് പറ്റും. ഭഗവാനെ, അപ്പം എന്തുണ്ട്? തെറ്റുകളൊന്നും വരില്ല, വേണ്ട പോലെ ആവും. ഓരോ ദിവസം ജോലി കഴിയുമ്പോൾ മനസ്സിന് ഒരു ശാന്തി കിട്ടും. ആ ഒരു സദ്വിചാരം ഇല്ലായ്മയാണ് എല്ലാ അശാന്തിക്കും പ്രഥമമായിട്ടുള്ള കാരണം. ഇതൊക്കെയാണ് ശാസ്ത്രങ്ങൾ ഉപദേശിക്കുന്നത്.
ഇതൊക്കെയാണ് ഭാഗവതമായാൽ ഏത് ഗ്രന്ഥം എടുത്താലും ഋഷീശ്വരന്മാർ നിർമ്മിച്ച് സജ്ജനങ്ങൾ നിർമ്മിച്ച ഗ്രന്ഥം മുഴുവൻ ഇങ്ങനെയുള്ള കാര്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ യുക്തിയുക്തമായിട്ട് ഉപദേശിച്ചപ്പോൾ പ്രിയവ്രതന് നല്ല വിവേകം വന്നു. അദ്ദേഹം തിരിച്ചു വന്നു, ദരിഷ്മതിയെ വിവാഹം കഴിച്ചു. അതിൽ പുത്രന്മാരൊക്കെ ഉണ്ടായി. അതിലൊരു 7 ആൾക്കാർ രാജ്യം ഭരിക്കാൻ തയ്യാറായി. മറ്റൊരു പത്നിയിൽ 3 പുത്രന്മാർ, ഉത്തമതാമസ രൈവതന്മാർ, മന്വന്തരങ്ങളുടെ അധിപതികൾ, ഇങ്ങനെ ഒക്കെ ഉണ്ടായി. ഇങ്ങനെയൊക്കെ ഇരുന്ന് പുത്രന്മാരെ രാജ്യഭാരമൊക്കെ ഏൽപ്പിച്ച് കൊടുത്താണ് അദ്ദേഹം പിന്നീട് തപസ്സിന് പോയത്. പുത്രനായിട്ടുള്ള ആഗ്നീന്ദ്രൻ തപസ് ചെയ്തുകൊണ്ടിരുന്നു. ബ്രഹ്മാവ് പൂർവജിത്തിയെ പറഞ്ഞയച്ചു. രാക്ഷസവിധനുസരിച്ച് സ്വീകരിച്ചു പത്നിയായിട്ട്. അതിലെ നാഭി മുതലായിട്ടുള്ള പുത്രന്മാരുണ്ടായി. അതും കഴിഞ്ഞ് നാഭി മേരുദേവിയെ വിവാഹം കഴിച്ച് ഭഗവാനെ ഭജിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുക. ഭഗവാൻ അവിടെ ആവിർഭവിച്ചു. സാധാരണ യജ്ഞശാലയിൽ ഭഗവാൻ ആവിർഭവിക്കാറില്ല. കാരണം ഭഗവാനെ അവർക്ക് വേണ്ട. ഞങ്ങൾക്ക് സ്വർഗം മതി എന്നാ. ഞങ്ങൾക്ക് സ്വർഗം മതി, ഞങ്ങൾക്ക് ഭഗവാനൊന്നും വേണ്ട എന്നാ. എന്നെ വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോകണമില്ല. എങ്കിലും ഭഗവാൻ ഫലം കൊടുക്കും. ഭഗവാൻ തന്നെയാണ് യജ്ഞപതിയാണ്. ഭഗവാൻ യജ്ഞത്തിൻ്റെ പതി ഭഗവാനാ. ഭഗവാൻ വേണ്ടാന്ന് വിചാരിച്ചാലും കാര്യമില്ല, ഭഗവാൻ അതിൻ്റെ ഫലം കൊടുക്കും. സ്വർഗാദികൾ കൊടുക്കും, താൽക്കാലികമായിട്ടുള്ളതെന്ന് മാത്രം. അങ്ങനെയുള്ള ഭഗവാൻ തന്നെ ആവിർഭവിച്ചു. കാരണം ഇദ്ദേഹം ഭക്തിയോടുകൂടിയാണ് ചെയ്യണത്. സ്വർഗാദികളൊന്നല്ല വേണ്ടത്. തൻ്റെ കാലശേഷം രാജ്യം ഭരിക്കാനായിട്ട് യോഗ്യനായിട്ടുള്ള ഒരു പുത്രൻ വേണം എന്ന് മാത്രം സങ്കല്പം. ഭഗവാൻ സർവാവയവ സുന്ദരനായിട്ട് സർവാഭരണ ഭൂഷിതനായിട്ട് അവതരിച്ചപ്പോൾ എല്ലാവരും പാടി സ്തുതിച്ചു. ഭഗവാൻ ചോദിച്ചു, എന്താ വേണ്ടേ ഭഗവാനെ? അപ്പോൾ ഇവർക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ട്, നാഭി പറഞ്ഞിട്ടുണ്ട് അവരോട്, എന്താ സങ്കല്പം? സൽപുത്ര ലാഭം, എല്ലാ ഗുണവും തികഞ്ഞിട്ടുള്ള ഒരു പുത്രൻ. ഭഗവാൻ ചോദിച്ചപ്പോൾ ഇവരെന്ത് ചെയ്തു? ഒരല്പം ഒന്ന് കൂട്ടിച്ചേർത്ത് പറഞ്ഞു, ഭഗവാനെ അവിടുത്തെ പോലൊരു പുത്രൻ വേണം. മമ അഹമേവാഭിരൂപ. നിങ്ങൾ വളരെ വിഷമമായിട്ടുള്ള വരാ ചോദിച്ചോ. എന്താത്? എന്നെപ്പോലെ ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ തരാതിരിക്കാൻ പറ്റില്ല. കാരണം എന്ത് വേണമെങ്കിൽ ചോദിച്ചോളാം ഞാൻ പറഞ്ഞിട്ട് നിങ്ങളൊരു വരം ചോദിക്കുമ്പോൾ അത് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, സ്വയം ജനിഷ്യേഹം, ഞാൻ തന്നെ ഇദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് മേരുദേവിയിലെ നാഭിപുത്രനായി ഋഷഭൻ എന്ന പേരിൽ അവതരിക്കാം. ജനങ്ങളെ ധർമ്മതത്വങ്ങളെല്ലാം മറന്നിരിക്കുക. കാലം കൊണ്ട് പല പ്രാവശ്യം ഉപദേശിച്ചാണെങ്കിൽ എല്ലാവരും മറന്നിരിക്കുന്നു. പറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്ക് അവതരിക്കേണ്ട ആവശ്യമുണ്ട് എന്നും പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിച്ച് അന്തർധാനം ചെയ്തു എന്നാണ്. പിന്നെയാണ് നാഭിയുടെയും മേരുദേവിയുടെയും പുത്രനായിട്ട് ഭഗവാൻ ഋഷഭൻ എന്ന പേരിൽ അവതരിച്ചു. ഋഷഭൻ എന്നുള്ള വാക്കിന് സർവശ്രേഷ്ഠൻ എന്നാണ് അതിനർത്ഥം. വീര്യശൗര്യാദികളെല്ലാം തുടങ്ങി, ഐശ്വര്യസ്യ സമഗ്രസ്യ എന്നൊക്കെ തുടങ്ങി എല്ലാ ഗുണവും തികയല്. ഈ തികഞ്ഞ ആളെയാണ് ഋഷഭൻ എന്ന് പറയാം. മറ്റുള്ളവർക്ക് ചില ഗുണങ്ങളുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം തികയൽ ആർക്കാ ഉള്ളത്? ഭഗവാന് മാത്രം. അങ്ങനെയാണ് ഭഗവാൻ ഋഷഭൻ എന്ന പേരിൽ അവതരിച്ചത്. അദ്ദേഹം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രജകൾക്ക് സ്വർഗവും വേണ്ട, ഒന്നും വേണ്ട, ഭഗവാനെ ആരാധിക്കൽ മാത്രം. അപ്പം ഇന്ദ്രൻ നോക്കിയത് എന്താ? തൻ്റെ ലോകത്തേക്ക് വരാനൊന്നും ആരും ശ്രദ്ധിക്കണമല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ്, താൻ മഴ പെയ്യ്ക്ക് കാരണം ലോകത്തെ എല്ലാ സുഖമുണ്ട്, അതുകൊണ്ടാ അതൊക്കെ ഇല്ലാതാക്കണം, മഴ പെയ്യിക്കാതിരുന്നു എന്നാ. ഭഗവാന് മഴ പെയ്യിക്കാൻ വല്ല വിഷമമുണ്ടോ? ഭഗവാൻ ആ സമയത്ത് മഴ പെയ്യിച്ചു. കൃഷ്ണാവതാരത്തിൽ ഇന്ദ്രൻ അധികം മഴ പെയ്യിച്ച്
വിഷമിപ്പിക്കാൻ നോക്കിയപ്പോൾ ഋഷഭാവതാര കാലത്ത് ഇന്ദ്രൻ മഴ പെയ്യിക്കാതിരുന്നു. മദ്ഭയാദ്വാദിവാദോയം സൂര്യസ്തപതി മദ്ഭയാത് വർഷതി ഇന്ദ്രോ ദഹത്യഗ്നി മൃത്യുശ്ചരതി മദ്ഭയാത്. എല്ലാം ഭഗവാനാ ചെയ്യണേ. ഈ കാര്യം മറന്നു. അങ്ങനെയാണ് ഭഗവാൻ തന്നെ മഴ പെയ്യിച്ചപ്പോഴാണ് ഇന്ദ്രന് ബോധം വന്നത്, ഇതൊന്നും താനല്ല, തന്നെ ഈ സ്ഥാനത്തിരുത്തിയേക്കണതും വർഷിക്കാനുള്ള ശക്തി തന്നേക്കണതും സാക്ഷാ ഭഗവാനാണ്. വേഗം ചെന്ന് നമസ്കരിച്ചു. സമസ്താപരാധം ക്ഷമസ്വ അഖിലേശ. തൻ്റെ പുത്രിയായിട്ടുള്ള ജയന്തിയെ കൊണ്ട് സമർപ്പിച്ചു. അതിലും പുത്രന്മാരൊക്കെ ഉണ്ടായി, ഭരതാദികളായിട്ടുള്ള പുത്രന്മാർ. ഓരോരുത്തർ ഓരോ രീതിയിൽ. കുറേ ആളുകൾ വേദമൊക്കെ പഠിച്ച് കർമ്മകാണ്ഡത്തിൽ പറഞ്ഞ കർമ്മങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയുള്ള ആളുകൾ. കുറച്ച് ആൾക്കാർ രാജ്യം ഭരിക്കാൻ തയ്യാറായി. ഒരു 9 ആൾക്കാർ നവയോഗികൾ എന്ന പേരിൽ ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുക, ജ്ഞാനോപദേശം ചെയ്യാൻ വേണ്ടി മാത്രം 9 ആൾക്കാർ സഞ്ചരിച്ചു. അവർ കൊടുക്കുന്ന വലിയൊരു ഉപദേശമുണ്ട്. അത് 11ാം സ്കന്ധത്തിലെ 2 മുതൽ 5 കഴിയുന്നവരെയുള്ള 4 അധ്യായങ്ങളിൽ നമ്മൾ കേൾക്കും നവയോഗികളുടെ ഉപദേശം. അത് നാരദ മഹർഷി വസുദേവരെ കേൾപ്പിക്കുന്ന രീതിയിലാണ്. അത് ഏകാദശത്തിൽ പറയാമെന്ന് ഇവിടെ പറഞ്ഞു. വസുദേവ നാരദ സംവാദം ഉപശമായനം ഉപരിഷ്ടാത് വിസ്തരിഷ്യാമ. പിന്നീട് പറയാട്ടോന്നു. അപ്പോൾ ഭാഗവതം നിർമ്മിക്കുമ്പോൾ ആദ്യത്തെ അവസാനത്തെ ശ്ലോകം വരെ ഉള്ളിൽ കണ്ടുകൊണ്ടാണ്, ഗ്രന്ഥം ഉള്ളിൽ ആദ്യം നിർമ്മിച്ചു വെച്ചുകൊണ്ടാണ് പുറമേക്ക് അത് പകർത്തി വയ്ക്കുന്നത്. ആദ്യം ഉള്ളിൽ കണ്ടു കഴിഞ്ഞു. അല്ലാണ്ട് അപ്പപ്പോൾ തോന്നിയ പോലെ ഇങ്ങനെ എഴുതി 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 വലിയൊരു ഗ്രന്ഥമായി മാറിയതല്ല. ഭവേ ഭവേ യഥാഭക്തി എന്ന് വരെയുള്ള ആ പ്രാർത്ഥനാ ശ്ലോകം വരെ ഉള്ളിൽ കണ്ടു. ഉള്ളിൽ നിർമ്മിച്ചു കഴിയുമ്പോൾ ആ മഹാത്മാക്കൾ എന്ത് ചെയ്യും? പുറമെ എഴുതി വയ്ക്കും, നല്ല മറ്റുള്ളവർക്ക് ഉപകാരമാവുള്ളൂ എന്ന്. ഇതുപോലെ വലിയ ഗ്രന്ഥം വ്യാസഭഗവാൻ നിർമ്മിച്ചു. 5ാമത്തെ വേദം. ബ്രഹ്മാവിൻ്റെ അടുക്ക ചോദിച്ചു, ഞാൻ ഈ ഗ്രന്ഥം ഉള്ളിൽ നിർമ്മിച്ചു കഴിഞ്ഞു, പുറത്തേക്ക് ഇനി പകർത്തി വയ്ക്കണം, എന്നാലേ ലോകത്തിന് ഉപകാരമാവുള്ളൂ. ആരുണ്ട്? സാക്ഷാ ഗണപതി ഭഗവാനെ സ്മരിച്ചോളാൻ പറയും. അങ്ങനെയാണല്ലോ ഭഗവാൻ വേഗം വന്നു. വ്യാസഭഗവാൻ പറഞ്ഞു, ഇങ്ങനെ കാര്യം ശരി, ഞാൻ ചെയ്യാം, പക്ഷേ പറഞ്ഞുകൊണ്ടിരിക്കണം, അനുസ്യൂതം, ഒരു നിമിഷം നിർത്തരുത്. നിർത്തിയാൽ ഞാൻ ഇതാ പോകും, പിന്നെ ഞാൻ വരില്ല അങ്ങയുടെ അടുക്കലേക്ക്. അപ്പം എനിക്ക് പണി തരണം, ജോലി ഉണ്ടാവണം, അങ്ങങ്ങ് നിരന്തരം പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ എഴുതിയെടുക്കാം. അപ്പം തിരിച്ചും ഒരു വ്യവസ്ഥ വെച്ചു, ഞാൻ പറയണതിൻ്റെ മുഴുവൻ അർത്ഥം മനസ്സിലാക്കി എഴുതണം. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ചില കടുപ്പമുള്ള ശ്ലോകം ഉണ്ടാവും. വ്യാസഭഗവാൻ പിന്നത്തെ ശ്ലോകം പറയാറാവുമ്പോൾ വരട്ടെ, ഒരല്പസമയം കഴിഞ്ഞിട്ട് മതി എന്ന് പറയും. അപ്പോൾ വിശ്രമം കൊടുക്കുക പോലെയായി. അങ്ങനെ ആ ക്രമത്തിൽ എഴുതിയെന്നാണ്. അപ്പം മഹാത്മാക്കൾ ഒരു ഗ്രന്ഥം നിർമ്മിക്കുമ്പോൾ, സാധാരണക്കാർ വലിയൊരു ഗ്രന്ഥം എഴുതുമ്പോൾ തന്നെ അങ്ങനെയാണ്, എല്ലാം ഉള്ളിലൊന്ന് ചിന്തിച്ചുറപ്പിച്ച് ഒന്ന് എഴുതും. പിന്നെ എഴുതി വരുമ്പോൾ ചില മാറ്റങ്ങൾ ഇടയിൽ വരുന്നു മാത്രമേ ഉള്ളൂ. ഋഷിമാർക്ക് അതുപോലും ഇല്ല, ഒരക്ഷരം പോലും കൂടെ കുറയില്ല. എല്ലാം മനസ്സിൽ പഠിച്ച്, നമ്മൾ വേദമൊക്കെ പഠിക്കുന്ന പോലെ ഉരുവിട്ട് പഠിച്ച കാര്യത്തെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ പോലെയാണ് അവർ അത് പറഞ്ഞു കൊടുക്കുക. ഉള്ളിൽ അങ്ങോട്ട് തെളിഞ്ഞ് പ്രകാശിക്കും. അങ്ങനെ ഭഗവാൻ അതെല്ലാം. അപ്പം ഇവർ പലരും പല രീതികളാണ് നവയോഗികൾ. കവിർ ഹരിരന്തരീക്ഷ പ്രബുദ്ധ പിപ്പലായനാഹ ആവിർഹോത്രോധ ത്രിമിണശ്ചമസാഹ കരഭാജനാഹ. ഇവരാണ് 9 യോഗീശ്വരന്മാർ. അവരൊക്കെ ഇങ്ങനെ പല ആൾക്കാരായി, ഭരതാദികൾ. ആ ഭരതൻ ഭരിക്കുക കാരണമാണ് ഈ ഭൂമിക്ക് ഭാരതം എന്നുള്ള പേര് പോലും വന്നെന്ന. അത്രയും വലിയ ആളായിരുന്നു എന്നാണ്. ഒരു ദിവസം ആ വലിയ സദസ്സിൽ വച്ച് തൻ്റെ പുത്രന്മാർക്ക് പറഞ്ഞു കൊടുക്കാവുന്ന രീതിയിലാണ്
വലിയ ഉപദേശം കൊടുക്കുന്നുണ്ട്. ഋഷഭദേവൻ്റെ ഉപദേശമുണ്ട്. ഉദ്ധവോപദേശമാവുമ്പോൾ 23 അധ്യായങ്ങൾ, അർജുനന് ഭഗവാൻ കൊടുക്കുമ്പോൾ 18 അധ്യായങ്ങൾ. അതൊക്കെ വിസ്തരിച്ച് വിസ്തരിച്ച് പറയേണ്ടി വരുമ്പോൾ ഏതോ ഒരു കാര്യം ചുരുക്കിയും പറയാം, വിസ്തരിച്ചും പറയാം. ഇവിടെ ഋഷഭദേവൻ ഉപദേശിക്കുമ്പോഴോ വേറെ 27 ശ്ലോകങ്ങൾ. 27 ശ്ലോകങ്ങളായിട്ട് കാര്യമില്ല, അതിലറിയേണ്ട കാര്യങ്ങൾ മുഴുവൻ അതിലുണ്ട്. പ്രധാനമായിട്ടുള്ള കഥകളൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് കഥകൾ പറഞ്ഞു വരുമ്പോഴാണ് അത്രാപ്യുദാഹരന്തീമം ഇതിഹാസം പുരാതനം എന്ന് പറയുമ്പോഴാണ് 15ഉം 18ഉം 20ഉം 30ഒക്കെ അധ്യായങ്ങളുള്ള വലിയ ഉദാഹരണങ്ങൾ, ഇതിഹാസങ്ങൾ പറഞ്ഞു കേൾപ്പിക്കേണ്ടി വരിക. സ്കന്ദപുരാണത്തിലെ ഒരു ഉദാഹരണം പറയേണ്ടി വരുമ്പോൾ ഹരിശ്ചന്ദ്രൻ്റെ കഥയാണ് പറഞ്ഞു തുടങ്ങിയത്. 40 അധ്യായങ്ങൾ, അത്ര അധ്യായങ്ങൾ ഉദാഹരണം. അപ്പം ഈ ഉദാഹരണം പറയുമ്പോഴാണ് ഗ്രന്ഥം വലുതായി വലുതായി വരുന്നത്. എത്ര വേദങ്ങൾ, എത്ര മന്ത്രങ്ങളുണ്ടെങ്കിലും ഒക്കെ ഒരു 4 വാക്യത്തിൽ ഒതുക്കില്ലേ. അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ, തത്വമസി. അതേവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാ. തത്വമസി, ഈ 3 വാക്യമുള്ളൂ ഗുരുവിന്. 4-മത്തെ ഗുരുവിനെ പഠിപ്പിക്കും ശിഷ്യൻ. ഇതാണ്. എന്തെങ്കിലും പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ചു പറഞ്ഞാലല്ലേ ഗുരുവിന് തൃപ്തിയാവുള്ളൂ. മനസ്സിലായോ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായെന്ന് പറയണ്ടേ. അതിനുള്ള ഉത്തരമാണ് അനുഭവവാക്യം എന്ന് പറയും. അഹം ബ്രഹ്മാസ്മി, തത്വമസി എന്നുള്ളതിൻ്റെ ഉത്തരാണ്. ആ ഉത്തരം പറയാൻ കഴിഞ്ഞില്ലെങ്കിലോ വീണ്ടും ചോദിക്കും, വീണ്ടും അത് തന്നെ. എത്രയോ പ്രാവശ്യമാണ് തത്വമസി എന്നൊക്കെ ഛാന്തോഗ്യോപത്തിലൊക്കെ പറയണത്. ഛാന്തോഗ്യോപനിഷത്തിലൊക്കെ വീണ്ടും പറഞ്ഞു കൊടുക്കും. അങ്ങനെ കൊടുത്ത് പറഞ്ഞ് 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 അവസാനം അഹം ബ്രഹ്മാസ്മി എന്ന് ബോധം വരും. അപ്പോൾ ചുരുക്കിയും പറയാം, വിസ്തരിച്ചും പറയാം. ഭഗവാൻ തന്നെ ഈ ഭാഗവതം ചുരുക്കിയില്ലേ. അഹമേവാസമേവാഗ്രേ നാന്യൽക്ക് സദസൽപരം പശ്ചാദഹം ഏതസ്യ യോവശിഷ്യേത സോസ്മ്യഹം എന്നിറങ്ങി 2-ാം സ്കന്ധം 9-ാം അധ്യായത്തിൽ 32 മുതൽ 4 ശ്ലോകം എല്ലാമുണ്ട്. ഇനി അതിലും ചുരുക്കണോ? സർവം ഖൽവിദമേവാഹം നാന്യദസ്തി സനാതനം. ദേവി വിഷ്ണുവിനെ ഉപദേശിക്കുന്ന രംഗം. വടപത്രശായിയായിട്ട് വിഷ്ണു ഭഗവാൻ കിടക്കുമ്പോൾ സാക്ഷാ ദേവി തന്നെ ഭാഗവതം ഉപദേശിച്ചു. ആ ദേവി ഉപദേശിക്കുമ്പോൾ അത്ര പോലും ഇല്ല. ഒരു അർദ്ധശ്ലോകി ഭാഗവത, ഒരു ശ്ലോകത്തിൻ്റെ പകുതിയുള്ളൂ. ഇതൊക്കെ ആറ്റിക്കുറുക്കി അവസാനം എന്താ മനസ്സിലാക്കുന്നത്? സർവം ഖൽവിദമേവാഹം, ഇതെല്ലാം ഞാൻ തന്നെയാ. നാന്യദസ്തി സനാതനം, മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞില്ല. അതൊന്നും സനാതനമല്ല, നിത്യമായിട്ട് നിലനിൽക്കുന്നതല്ല. ഉണ്ടെന്നിങ്ങനെ തോന്നും. കണ്ണാടി ഉണ്ടെങ്കിൽ പ്രതിബിംബം കാണും, കണ്ണാടി എടുത്ത് മാറ്റിയാൽ പ്രതിബിംബം ഇല്ലാതായി. ഇതുപോലെ നിത്യസത്ത അതിനില്ല. ഒരു വ്യാവഹാരിക, ഒരു താൽക്കാലികം. ഞാനത് വേണ്ടാന്ന് വിചാരിച്ചാൽ അതും ഇല്ലാണ്ടാവും. അതാണ് സർവം. അപ്പോൾ 4 ശ്ലോകം പോയിട്ട് ഒരു ശ്ലോകത്തിൻ്റെ പകുതിയായി. ഇങ്ങനെ ചുരുക്കി പറയാൻ പറ്റും. അപ്പം എല്ലാ കാര്യം വിസ്തരിച്ച് വേണമെങ്കിൽ പറയാം, ചുരുക്കി പറയാം. അനേക ഉദാഹരണങ്ങളെ കൊണ്ട് പറയുമ്പോൾ കുറേ വേണ്ടി വരും വാക്കുകൾ. അതല്ലെങ്കിൽ വളരെ ചുരുക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഓം എന്ന് പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. എല്ലാം ഉണ്ടതിൽ. എത്ര അർത്ഥം എന്ന് ആരും തീരുമാനിച്ചിട്ടില്ല. ആർക്കും മുഴുവനായിട്ട് വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രണവത്തിൻ്റെ പോലും അർത്ഥം. ഇങ്ങനെയാണ് ഈ മൂലമന്ത്രങ്ങളൊക്കെ ചുരുക്കി ചുരുക്കി കൊണ്ടുവന്ന ഒരക്ഷരം. എന്താ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന മന്ത്രം ഇത്ര ചെറുത് അങ്ങനെ വിചാരിക്കണ്ട. ചെറുതാവും തോറും അതിന് ശക്തി കൂടും. അങ്ങനെയാണ്. ചെറുതാവും തോറും അതിനെ ചുരുക്കി ചുരുക്കി കൊണ്ടുവന്ന് അതിനെ ഒരു ശില്പം ഉണ്ടാക്കും. അങ്ങനെയല്ലേ, വലിയ തടി എടുക്കും, അതിനൊക്കെ ചെത്തി കളഞ്ഞ് 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 അവസാനം ഒരു ചെറിയൊരു രൂപം. ഇത്ര വലിയ തടി എടുത്തുണ്ടെങ്കിൽ ശില്പമായിട്ട് വരുമ്പോഴേക്കും ചിലപ്പോൾ നന്ന ചെറുതാവും. ഇതുപോലെ ചുരുക്കി പറയും.
മറ്റൊന്നും അധികം ഉണ്ടാവില്ല. അപ്പോഴാണ് ഈ അർദ്ധശ്ലോകി ഭാഗവതവും അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ ഉത്തരം. അതുവരെ പറഞ്ഞു കേട്ട കാര്യങ്ങളൊക്കെ മനസ്സിലായിന്ന. അതുവരെ ഉപദേശമൊക്കെ എന്താ? ഇതാണ് പറഞ്ഞു കൊടുത്തത്. ഈ ബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഋഷഭദേവൻ്റെ ഉപദേശങ്ങൾ വെറും 27 ശ്ലോകങ്ങളെ ഉള്ളെങ്കിലും അതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഒക്കെ ഉണ്ട്. നായം ദേഹോ ദേഹഭാജാം ലോകേ കഷ്ടാൻ കാമാനർഹതേ വിഡ്ഭുജായേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധ്യേത് യസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. മനുഷ്യന്മം പാഴാക്കല്ലേ എന്നാണ്. അപ്പം ഈ ഉപദേശത്തിനൊക്കെ എല്ലാ കാലത്തേക്കും പ്രസക്തിയുണ്ട്. എവിടെ മനുഷ്യരുണ്ടോ ഭൂമുഖത്ത് അവിടെയൊക്കെ പറയാന്നുള്ളതാണ്. അവിടെയൊക്കെ പ്രസക്തിയുണ്ട്. അങ്ങനെ ഉപദേശം കേട്ടാൽ അവർക്ക് നല്ലതാണെന്ന് തോന്നും. വലിയ വിഷയാസക്തന്മാരായിട്ട് ജീവിക്കുന്നവർക്ക് പോലും അവർ മനഃശാന്തി കിട്ടാതെ ഓരോ രാജ്യങ്ങളിൽ എല്ലാ സമ്പത്തും സർവ്വതും ഉണ്ട്, മനഃശാന്തി മാത്രമില്ല. അവർക്കും ഈ ഉപദേശം കൊടുത്താൽ വലിയ ഉപകാരമാവും. അതുകൊണ്ടല്ലേ അവരൊക്കെ ഇതെല്ലാം പഠിച്ചുകൊണ്ടും ഭഗവൻ നാമം ജപിച്ചുകൊണ്ടും ഈ മഹാത്മാക്കളുടെ വാക്കുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? നല്ല നല്ല ഗ്രന്ഥങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നാണ് ശരിയായിട്ടുള്ള സുഖം കിട്ടുക എന്ന് അവർക്ക് ബോധം വരുന്നു. ആ ബോധം വന്നതുകൊണ്ടാണ് അങ്ങനെ ഉള്ള ഉപദേശം. അതുകൊണ്ട് പറഞ്ഞു, പാഴാക്കി കളയരുതട്ടോ ഓരോ നിമിഷവും. ഇത് ജീർണിച്ചുകൊണ്ട് ശീര്യതേ ഇത് ശരീരം ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിട്ടു പോണതിന് മുമ്പായിട്ട് ഭഗവാനെ ഭജിക്കൂ. നായം ദേഹോ ദേഹഭാജാന്ന ലോകേ കഷ്ടാൻ കാമാനർഹതേ വിഡ്ഭുജയേ. വിഷയസുഖങ്ങൾക്ക് ഇത്രയും ഉത്കൃഷ്ടമായ മനുഷ്യ ശരീരം വേണോ? ഏത് ജീവിക്കുണ്ട് ഓരോന്ന് കാണലും കേൾക്കലും എന്തെങ്കിലും ഒരു ഇന്ദ്രിയ അനുഭവം. അതുപോലെ പാഴാക്കരുത് മനുഷ്യന്മാർ. അതുകൊണ്ട് ഭഗവാനെ ഭജിക്കണം, തപസ് ചെയ്യണം, ഈശ്വര വിചാരം ചെയ്യണം എന്നർത്ഥം. അതുകൊണ്ട് എന്ത് കിട്ടും? തപോ ദിവ്യം പുത്രകാഹ. ആ തപസ് ചെയ്താൽ ഏന സത്വം ശുദ്ധ്യേത്, മനസ്സിന് നല്ല ശുദ്ധി വരും, തെളിഞ്ഞു വരും, സത്വഗുണം വർദ്ധിച്ചു വരും. സത്വം ജ്ഞാനം, രജഃ കർമ്മ, തമഃ അജ്ഞാനം. ആ സത്വഗുണം വർദ്ധിച്ചു വരും. അപ്പം എല്ലാം ആ മനസ്സിൽ പ്രകാശിച്ചോളും എന്ന് പ്രത്യേകം പറഞ്ഞു കൊടുത്തു. ബ്രഹ്മസൗഖ്യം ത്വനന്തം. മറ്റ് സുഖങ്ങളൊക്കെ ഒരു അല്പസമയം നീണ്ടു നിൽക്കുന്നതാണ്. അത് സുഖമല്ല, വാസ്തവത്തിൽ സുഖാഭാസമാണത്. സുഖമെന്ന് തോന്നിക്കും, പിന്നീട് ദുഃഖം വരുത്തി വയ്ക്കും. ഇതാണ് ഇന്ദ്രിയ വിഷയങ്ങൾ. ഇതങ്ങനെയല്ല, അനന്തം സുഖം. ബ്രഹ്മസൗഖ്യം തു അനന്തം. ആ സുഖത്തിന് അവസാനമേ ഇല്ല, എത്ര കാലം കഴിഞ്ഞാലും. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് കിട്ടാൻ ഉള്ളൊരു ഉപകരണമാണ്. ഭഗവാന്റെ അപാര കാരുണ്യം കൊണ്ട് കിട്ടിയതാണ് ഈ മനുഷ്യ ശരീരം. പാഴാക്കല്ലേ എന്ന് ഉള്ള ഉപദേശം. ഇതാർക്കാ ഇതിനെ തടുക്കാൻ പറ്റില്ല, ആർക്കും ഇതിനെ നിഷേധിക്കാൻ പറ്റില്ല. ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത വാക്കുകളാണ്. ഇതാണ് മഹാത്മാക്കളുടെ വാക്കുകൾ, ഋഷിമാരുടെ വാക്കുകൾ, സജ്ജനങ്ങളുടെ വാക്കുകൾ. അങ്ങനെ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. കാരണം അവർ സത്യം വദതി എന്നാണ്. സജ്ജനങ്ങൾ സത്യമാണ് പറയണത്, ഉള്ളതാ പറയണത്. ഇല്ലായ്മയെ ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടുള്ള തെറ്റിദ്ധാരണ മാറ്റാനുള്ള വാക്കുകളാണ് അവർ പറഞ്ഞത്. അതിനെന്ത് വേണം ഈ അവസ്ഥയിലേക്ക് എത്താൻ? പറഞ്ഞു, മഹൽ സേവാം ദ്വാരമാഹുർ വിമുക്തേഹേ. നല്ലത് മാത്രം ചെയ്ത് നല്ലത് മാത്രം പറഞ്ഞ് ദീനന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി സഞ്ചരിക്കുന്നവർ, അവരെയാണ് മഹാത്മാക്കൾ എന്ന് പറയാം. അവരെ സേവിച്ചാൽ മതി, അവരെ അടുക്ക ചെല്ലാൻ കഴിഞ്ഞാൽ മതി. മഹൽ സേവാം ദ്വാരമാഹുർ വിമുക്തേഹേ.
തമോദ്വാരം യോഷിതാം സംഗീസംഗം. രണ്ട് ദ്വാരങ്ങൾ, ഒന്നിലേക്ക് കടന്നാൽ നല്ല സുഖം, നല്ല പ്രകാശമുള്ളത്. അതാണ് മഹാത്മാക്കളുടെ സേവ. ദുർജന സേവയാണെങ്കിലോ ആ കവാടത്തിൽ കൂടെ ഉള്ളിൽ കടന്നാൽ അതിഭയങ്കരമായിട്ടുള്ള ഇരുട്ട്, വല്ലാത്ത ദുരനുഭവം, ക്ലേശം മാത്രം. പുറത്ത് കിടക്കാനുള്ള വഴി പോലെ അടയും അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചാൽ. ഈ മാർഗം അങ്ങനെയല്ല. സത്സംഗമാകുന്ന മഹൽ സേവയുടെ മാർഗം അങ്ങനെയല്ല, എപ്പോഴും തുറന്ന് കിടക്കുക. അതവരെ എളുപ്പത്തിൽ പ്രവേശിക്കാൻ പറ്റും. മറ്റ് പ്രവേശിക്കാൻ എളുപ്പത്തിൽ പറ്റും, പുറത്ത് കിടക്കാൻ പറ്റില്ല, ദുഃഖം മാത്രം. മഹൽ സേവാം ദ്വാരമാഹുർ വിമുക്തേ. സകല സജ്ജനങ്ങളും പറയുന്ന, ആഹു എന്ന് പറഞ്ഞാൽ പറയുന്നു എന്നർത്ഥമാണ്. സകല സജ്ജനങ്ങളും ഐകകണ്ഠ്യേന പറയുന്നത്, യാതൊരു അഭിപ്രായ ഭേദമില്ലാതെ എല്ലാവരും പറയുന്നതാണ് മഹൽ സേവാം ദ്വാരമാഹു വിമുക്തേഹേ. പിന്നെന്താ അവർ പറഞ്ഞു തരുന്നത്? തമോദ്വാരം യോഷിതാം സംഗീസംഗം. ഇതാണ് ശിഷ്യന്മാരെപ്പോഴും പറഞ്ഞു തരുന്നത്. അപ്പം അവർ വാക്ക് കേട്ടിട്ട് മഹൽ സേവ ചെയ്യണം. അപ്പം അവരുടെ ലക്ഷണം പറയണ്ടേ? മഹാന്തസ്തേ സമചിത്താഹ പ്രശാന്താഹ വിമന്യവഹ സുഹൃദ സാധവോയേ. അങ്ങനെയുള്ള ആളുകളാ മഹാന്തസ്തേ സമചിത്താഹ. അവർക്ക് പക്ഷപാതമില്ല, എല്ലാവരെയും അവർ ഒരുപോലെ കാണും. ഇതാണ് മഹാത്മാക്കളുടെ സ്വഭാവം. മഹാന്തസ്തേ സമചിത്താഹ. മാത്രമല്ല പ്രശാന്താഹ, അതീവ ശാന്തന്മാർ. അവരെ വെറുതെ കണ്ടാൽ മതി, അവരടുക്കലൊന്ന് ചെല്ലാൻ, ദർശനാദേവ സാധവാന്നല്ലേ, അവരൊന്ന് കാണാൻ കഴിഞ്ഞാൽ മതി, അവരുടെ പാദത്തിലൊന്ന് നമസ്കരിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. അവരെ വാക്കും കേൾക്കണമെന്നില്ല, ഒന്നുമില്ല. അവരടുക്ക ചെല്ലാൻ കഴിഞ്ഞാൽ മതി, നല്ല മനഃശാന്തി കിട്ടും. വിമന്യവഹ സുഹൃദ സാധവോയേ. ലോക സുഹൃത്തുക്കളാണ്. ലോകത്തിന് മുഴുവൻ നന്മ ചെയ്യാൻ വേണ്ടി മാത്രം സഞ്ചരിക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾ, മഹാത്മാക്കൾ എന്നും പറഞ്ഞ് ഉപദേശിച്ചു കൊടുത്തു എന്നാണ്. ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള ചരിത്രങ്ങൾ പ്രിയവ്രതൻ്റെ ചരിത്രം ചുരുക്കി പറഞ്ഞ് വിസ്തരിച്ച് കേൾക്കണം എന്ന് പറയുമ്പോഴാണ് ഈ ഭാഗങ്ങളൊക്കെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കൂടുതൽ നമുക്ക് തുടർന്നുള്ള പ്രഭാഷണങ്ങളിൽ കേൾക്കാം. ഋഷഭദേവൻ്റെ ഉപദേശത്തിൻ്റെ ബാക്കി ഭാഗങ്ങളും ഒന്ന് തടങ്ങി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ സമയമായതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ സമർപ്പിക്കണം. ഇനിയും ഇവിടെ വിശേഷ പ്രഭാഷണങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. വിശേഷമായിട്ട് ഇന്നൊരു മഹാത്മാവോട് വന്നു ചേർന്നുണ്ട്. സർവശാസ്ത്രങ്ങളും, സംസ്കൃത ഭാഷയിലുള്ള സർവശാസ്ത്രങ്ങളും പഠിച്ച് എന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് ചോദ്യം ചോദിച്ചാലും ശാസ്ത്രതത്വങ്ങളെക്കുറിച്ച് ഗ്രന്ഥാപേക്ഷ കൂടാതെ ഉത്തരം പറയാൻ കഴിവുള്ള ഒരു വലിയ മഹാത്മാവ് മണിദ്രാവിഡ ശാസ്ത്രികൾ വന്നു ചേർന്നുണ്ട്. മൈലാപ്പൂര് അവിടെ അദ്ദേഹം പഠിപ്പിക്കുന്ന ആളാണ്. പിന്നെ എത്രയോ ദിക്കിൽ പോയി അവർക്ക് വേണ്ട പറഞ്ഞു കൊടുത്തും. സർവശാസ്ത്ര പണ്ഡിതൻ, പഴയ കാലത്തെ രീതിയിൽ ചിട്ടയായിട്ട് ഗുരുകുലവാസത്തോടുകൂടി അങ്ങനെ പഠിപ്പിച്ചും ഇരിക്കുന്ന ഒരു മഹാത്മാവ് അദ്ദേഹം ഇവിടെ വന്നു ചേർന്നുണ്ട്. ഇന്നലെ തന്നെ എത്തിച്ചേർന്നുണ്ട്. ഉപാസനയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നമുക്ക് ഇനി ഉടനെ ശ്രമിക്കാം. ആ ഭാഗങ്ങളൊക്കെയാണ് ഇനിയുള്ളത്. ഓരോ നിമിഷവും വളരെ ഒരു വിലപ്പെട്ടതാണ് എന്നുള്ള കാര്യങ്ങൾ ഓർക്കുക. ഇവിടെ ആ മഹാത്മാവിൻ്റെ മള്ളിയൂരിൻ്റെ ഉപാസന അത് നമ്മളും തുടർന്നു വരിക കാരണം, മറ്റുള്ള ഭക്തന്മാരും അതിനെ അനുഗമിക്കുക കാരണം, എല്ലാവരും കൂടി ചേർന്ന് പ്രാർത്ഥിച്ച് എവിടെ തിരിഞ്ഞാലും ആ സ്മരണ ഉണ്ടാവുക കാരണം വിശേഷമായ ഒരു സാന്നിധ്യം, ഒരു ചൈതന്യം ഇവിടെ ഉണ്ടെന്ന് ആർക്കും അറിയാൻ, പറയേണ്ട ആവശ്യമില്ല. ഒരു മനഃശാന്തി കൊണ്ട് നമുക്കറിയാം. അതവിടെ ഉള്ള ഈ പരിപാടികളിൽ എല്ലാവരും പങ്കെടുത്ത് ഭഗവാന്റെ അനുഗ്രഹത്തിന് നമുക്ക്
നഷ്ടപ്പെട്ടു പോകുന്ന ആ നല്ല ശക്തി ഒന്ന് വീണ്ടെടുക്കാനുള്ള ഒരു അവസരം ആണ് ഇതെല്ലാം എന്ന് ഓർമ്മ വെച്ചുകൊണ്ട് എല്ലാവരും പങ്കെടുക്കാൻ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ ആ ഗുരുപരമ്പര വില്വമംഗലത്തിൻ്റെയൊക്കെ ആചാര്യസ്വാമികളുടെയൊക്കെ പരമ്പര ഓർത്തുകൊണ്ട് ഭഗവത് പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി മംഗളം പ്രാർത്ഥിക്കുന്നു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി.